എല്ലാവർക്കും നമസ്കാരം. ഓസി മല്ലു ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ MG സൈബസ്റ്ററിൻ്റെ നല്ല റെസ്പോൺസായിരുന്നു നിങ്ങളെല്ലാവരും നൽകിയത്. വ്യൂ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. സോ ഞാനിതാ രണ്ടാമത്തെ വീഡിയോ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒരു ഇലക്ട്രിക് സൈലൻറ്റ് പവർഫുൾ വാഹനമായിരുന്നെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ഒരു വയലൻറ്റ് മോൺസ്റ്ററാണ്. നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു മെർസിഡീസ് ബെൻസ് GLC 63S AMG. ലോകത്തിലെ തന്നെ മിഡ് സൈസ് SUV-കളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ് മെർസിഡീസ് ബെൻസിൻ്റെ GLC 63S. 4 ലിറ്റർ V8 ബൈ ടർബോ എഞ്ചിനാണ് മെർസിഡീസ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 500 ഹോഴ്സ് പവറും 750 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി പവർഫുൾ. ലുക്സ് അമേസിങ്. എൻ്റെ സുഹൃത്ത് ആൻഡ്രൂൻ്റെ വാഹനമാണിത്. താങ്ക്സ് ടു ആൻഡ്രൂ ഫോർ ലെറ്റിംഗ് മീ ഹാവ് ഹിസ് കാർ ടു ഷൂട്ട് മൈ വീഡിയോ. നോർമൽ GLCയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലുക്ക് വൈസ് ഈ AMG വാഹനത്തിന്. എല്ലാ AMG ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ കാണാം. നല്ല AMG 21 ഇഞ്ച് റിംസാണ് മെർസിഡീസ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ ആ ഒരു ക്വാഡ് എക്സോസ്റ്റ് പൈപ്പുകൾ നിങ്ങൾക്ക് കാണാം. നല്ലൊരു AMG ഡിഫ്യൂസർ, ബാഡ്ജിങ്ങും എല്ലാം നിങ്ങൾക്ക് കാണാം. അതിമനോഹരമാണ് ആ സൈഡിൽ നിന്നുള്ള വ്യൂ. നല്ല 21 ഇഞ്ച് റിംസും വെന്റിലേറ്റഡ് ഡിസ്കും AMG ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പേഴ്സും കാണാൻ സാധിക്കും. സൈഡിൽ V8 ബൈ ടർബോ 4മാറ്റിക് പ്ലസ് എന്നുള്ള ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. മൊത്തത്തിൽ അടിപൊളി വാഹനമാണ്, ഒരു രക്ഷയില്ല. ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് അതിമനോഹരമാണ്. ആ ഒരു AMGയുടെ ഗ്രില്ലും ആ ഒരു അഗ്രസീവ് ഫീൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഡിസൈനിലുടനീളം കാണാൻ പറ്റുന്നു. ഈ വാഹനത്തിൽ AMGയുടെ ബ്ലാക്ക് എഡിഷൻ പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം ആ ഒരു റൂഫ് റെയിലും താഴത്തെ ആ സ്കേർട്ട്സും എല്ലാം നല്ല ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് ഈ ഒരു ബ്ലാക്ക് അലോയ് വീൽസും ആ ഒരു പാക്കിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇത് 2018 വണ്ടിയാണ്. സോ ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്കൊന്നും ഈ വാഹനത്തിൽ ഇല്ല. ബട്ട് പേഴ്സണലി എനിക്ക് ഇതാണ്, ഈ ഒരു മോഡലാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഹൈബ്രിഡ് ടെക്നോളജി വെഹിക്കിളിനെക്കാട്ടി ഇഷ്ടം. സോ ഡോറിൽ എല്ലാ ഫങ്ഷൻസും നിങ്ങൾക്ക് കാണാം. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും പ്രൊമാസ്റ്ററിൻ്റെ സ്പീക്കറും ലോക്ക് അൺലോക്ക് എല്ലാ ഫീച്ചേഴ്സും ഡോർ കാർഡിൽ കാണാം. നല്ലൊരു ബ്ലാക്ക് വുഡിൻ്റെ ഒരു ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഫേമസ് ആയിട്ടുള്ള AMG സീറ്റ്സ് നിങ്ങൾക്ക് കാണാം. അതിമനോഹരമായിട്ടുള്ള സീറ്റ്സാണ് AMG ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ പോയിൻ്റ് ഓഫ് വ്യൂ. നല്ലൊരു AMG സ്റ്റിയറിംഗ് വീൽ,
ഫ്ലാറ്റ് ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. AMG ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. ഡാഷിലോട്ട് വരുമ്പോൾ 2018 വണ്ടി ആയതുകൊണ്ട് തന്നെ അധികം ഡിജിറ്റൽ ഡിസ്പ്ലേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സെൻറ്ററിൽ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ബട്ട് ഡിസ്പ്ലേയും ഫാൻസിയും അല്ല ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇതൊരു AMG വാഹനം, അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസിലാണ് കാര്യം. നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. സെൻറ്ററിൽ കിലോമീറ്ററും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഡിസ്പ്ലേ ഉണ്ട്. സെൻറ്റർ കൺസോളിൽ മൾട്ടിമീഡിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. എയർവെൻസും ബാക്കി ട്രാക്ക് പാഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സെൻറ്റർ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രാക്ക് പാഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. സെൻറ്റർ കൺസോളിന് കാണാം നല്ലൊരു ബ്ലാക്ക് ഗുഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. AMG ബാഡ്ജിങ് കാണാം. ട്രാക്ക് പാഡ് കൺട്രോൾ. സോ നമ്മൾ സെൻറ്റർ സ്ക്രീൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ട്രാക്ക് പാഡ് വെച്ചിട്ടാണ്. നമുക്ക് ഇതിൽ ടച്ച് ചെയ്യാം. അതേ കണക്ക് തന്നെ നമുക്ക് ഈ ഒരു ഡയൽ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ പെർഫോമൻസിൻ്റെ ആ ഒരു കൺട്രോൾസും നമുക്ക് കാണാം. സോ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്പോർട്സ്, ഈക്കോ, സ്പോർട്സ് പ്ലസ് റേസ് എന്നുള്ള മോഡെല്ലാം സെലക്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലോട്ട് പോകാനുള്ള ഓപ്ഷനാണിത്. എയർ സസ്പെൻഷൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അതേ കണക്ക് ഈ ബട്ടൺ എന്ന് പറയുന്നത് എക്സോസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ലൗഡറാക്കാനും എക്സോസിനകത്ത് അതിമനോഹരമാക്കാനും ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അതേ കണക്ക് എയർ സസ്പെൻഷനിൽ നമുക്ക് വെഹിക്കിൾ നമുക്ക് റേസ് ചെയ്യാനും ലോവർ ചെയ്യാനും പറ്റും. ആ ഓപ്ഷൻസും AMG കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മെർസിഡീസ് വാഹനങ്ങളിലും വരുന്ന കണക്ക് തന്നെയാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു സ്റ്റോറേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഡാഷിൻ്റെ താഴെ ബാക്കി കൺട്രോൾസ് കാണാം. ഹെഡ് ലൈറ്റ്സിൻ്റെ ലെയിൻ അസിസ്റ്റ്, 360 ക്യാമറ, അങ്ങനെയുള്ള ഓപ്ഷൻസിൻ്റെ എല്ലാം കൺട്രോൾസ് നമുക്ക് അവിടെ കാണാം. ബാക്ക് സീറ്റിലോട്ട് വരുമ്പോഴും നല്ല കംഫർട്ടബിളാണ്. ഇവിടെയും ഡോറിൽ ആ ഒരു മാസ്റ്റർ ഓഡിയോയുടെ സ്പീക്കറും ട്യൂബും എല്ലാം കാണാം. ബാക്കിൽ AC എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഫാനും ടെമ്പറേച്ചറും നമുക്ക് കൺട്രോൾ ചെയ്യാം. ബാക്കിലിരിക്കാൻ സീറ്റ്സ് വളരെ കംഫർട്ടബിളാണ്. 2 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാം. മിഡിലിൽ ഒരു സീറ്റുണ്ട്. അത് പിള്ളേർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ബേബി സീറ്റ്സ് വെച്ചിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്നതാണ്. ഒരു ഡ്യുവൽ സൺറൂഫും മെർസിഡീസ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ടാണ്. ആൻഡ്രോയിൻ്റെ സാധനങ്ങളാണ് അതിനകത്തിരിക്കുന്നത്. അത് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് നമ്മുടെ GLC 63യുടെ എൻജിൻ കമ്പാർട്ട്മെൻ്റ് ഉള്ളത്. ഒരു ഇത്തിരി പോലെ സ്പേസ് എങ്ങും കൊടുത്തിട്ടില്ല.
സോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 ലിറ്റർ 8 സിലിണ്ടർ ട്വിൻ ടർബോ എഞ്ചിനാണ് മെർസിഡീസ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. ഈ AMG എൻജിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒറ്റ വ്യക്തിയായിരിക്കും ആ ഒരു എൻജിൻ ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. സോ അവരുടെ ബാഡ്ജിങ്ങും എൻജിനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഈ എൻജിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അലക്സാണ്ടർ ഖൊസാരസ് എന്നുള്ള ഒരു വ്യക്തിയാണ്. സോ പുള്ളിയുടെ ആ ഒരു ബാഡ്ജ് അതിന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു വാഹനം ഇത്രയും പവർഫുൾ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് GLC 63 ഓടിക്കാനുള്ള ടൈമായി. അതിമനോഹരമായ സൗണ്ടാണ് നമുക്ക് ഈ AMG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നത്. വേറെ ഒരു വാഹനത്തിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്ക് കിട്ടത്തില്ല. ഈ വാഹനം ഓടിക്കുന്നത് ഏതൊരു വാഹനപ്രേമിയെയും സംബന്ധിച്ച് ഏറ്റവും ജോയ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ആ V8-ൻ്റെ ആ ഒരു റോറും ആ ഒരു ഫീൽ, ലൈക്ക് നമ്മൾ ഈ സ്റ്റിയറിംഗ് പിടിക്കാൻ നേരത്തെ ആ ഉള്ളൊരു വൈബ്രേഷനും. വി നോ ദാറ്റ് വി ആർ ഡ്രൈവിംഗ് സംതിങ് ഹെക്ടിക്. 500 ഹോഴ്സ് പവർ ആണ് ഈ വാഹനത്തിന് ഫുൾ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ 0 to 100 in less than 4 seconds ആണ്. ഈ ഒരു സെയിം എൻജിൻ C63 എന്ന സെഡാനുമായിട്ടും മെർസിഡീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് C63ക്ക് ആ ഒരു 0 to 100 എന്ന് പറയുന്ന ഒരു 4.2 സെക്കൻഡ്സോളമാണ്. ബട്ട് ഈ വാഹനത്തിൽ നമുക്കത് ഒരു അണ്ടർ 4 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത് E63യുടെ ഡ്രൈവ് ട്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു 10 സ്പീഡ് MCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് മെർസിഡീസിന് കൊടുത്തിട്ടുള്ളത്. സോ ഈ എൻജിൻ വിത്ത് ദ E63 ഡ്രൈവ് ട്രെയിൻ ഇറ്റ് ഗിവ്സ് യു മോർ പവർ. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് കണക്ക് സേഫായിട്ട് ഓടിക്കുക. പവർഫുൾ വണ്ടികൾ ഫണ്ണാണ്. ബട്ട് ഓൾവേസ് വെയർ യുവർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു ദ റോഡ് റൂൾസ്. റാഷായിട്ട് ഒരിക്കലും ഒരു വാഹനവും ഓടിക്കരുത്. വണ്ടി എല്ലാ സ്പോർട്സ് വാഹനങ്ങളെയും കണക്ക് സ്റ്റിഫാണ് റൈഡ്. ബട്ട് ദാറ്റ്സ് വാട്ട് യു ഗെറ്റ് വെൻ യു ഡ്രൈവ് എ സ്പോർട്സ് കാർ. ഹെഡ്സപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് നമ്മുടെ വ്യൂ നമുക്ക് റോഡിൽ നിന്ന് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. കറക്റ്റായിട്ട് ഏത് സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ ലഭിക്കുന്നതാണ്.
ഒരു SUV-യുടേതായിട്ടുള്ള ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ ആ ഒരു ഇതുണ്ട്. ബട്ട് ഇറ്റ്സ് വെൽ ബാലൻസ്ഡ്. നല്ല വെയിറ്റ് ഉണ്ട് വാഹനത്തിന്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു ട്രാൻസ്മിഷൻ ആൻഡ് ഡ്രൈവ് ട്രെയിൻ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത്രയും വെയിറ്റ് ഉള്ള വാഹനമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു 100 എത്താൻ സാധിക്കും. മെഴ്സിഡീസ് ബെൻസ് GLC 63S AMGയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. Thank you guys for watching and have a great day.